എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അറിയപ്പെടാത്ത കലാകാരന്മാർ, ഒത്തിരി കഴിവുള്ള കലാകാരന്മാരുണ്ട്. അപ്പൊ അവരെല്ലാം വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് വേറെയും കൂടി ഒരുപാട് ആഗ്രഹമുണ്ട്. അതായത് 80 വയസ്സുള്ള ഒരു അമ്മയുണ്ട്, ഭർത്താവും മകനും, ആകെയുള്ള മകനും മരിച്ച് ഭർത്താവും മരിച്ച്. അപ്പൊ ആ അമ്മ ഒറ്റക്കാ താമസിക്കുന്നത്. അതുപോലെ വീണിട്ട് നട്ടല് തകർന്ന കുറച്ച് പേരുണ്ട്. അവർക്കും എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പിന്നെ പാവപ്പെട്ട കുട്ടികളെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കുക. അതുപോലെ പെൺകുട്ടികളെ കല്യാണത്തിന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു മൊബൈലില്ല, അതുപോലെ തന്നെ നല്ലൊരു മൈക്കും ഇല്ല. അപ്പൊ ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കുക, മുന്നോട്ട് വരിക. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്ക് അടുത്ത് കല്ലായി ശിവക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രത്തിൽ ഇവിടെ ഒരു നല്ലൊരു, ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കലാകാരനുണ്ട്, ഒരുപാട് കഴിവുണ്ട്. അപ്പൊ ആ ഒരു കലാകാരനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് വിജീഷ് എന്നാണ്. ചെറിയോളപ്പിലാണ് സ്വദേശം. അഞ്ചരക്കണ്ടി ചെറുകുളപ്പ് അല്ലെ? അഞ്ചരക്കണ്ടി ചെറിയോളപ്പ്. അത് മാത്രമല്ല, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണമൊക്കെ നല്ല മോശമല്ല, അങ്ങനെ ചെറിയ വിധത്തിലൊന്ന് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ വയനാടിന്റെ ഒരു പ്രയാസമുള്ളത് കൊണ്ട് അങ്ങനെ ഭയങ്കര ആഘോഷമില്ല അല്ലെ? ഇല്ല. ഓക്കെ. ഒരുപാട് കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തെയ്യം കലാകാരനാണല്ലേ? അതെ. തെയ്യങ്ങളായിരുന്നു. തെയ്യം കെട്ടാറ്, വേഷം ചെയ്യാറുണ്ട്? ഉണ്ട്. എന്ത് തെയ്യാന്ന് കെട്ടാറ്? നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം കല്ലായി അമ്പലം കലാ ക്ഷേത്രമാണ്. അവിടെ വിഷ്ണുകുട്ടി ശാസ്ത്രപ്പൻ എന്നുള്ളൊരു ഇവിടെയാണ് കുട്ടിച്ചാത്തൻ. അതായത് അമ്പലത്തിൽ എവിടെയും ഉണ്ടാവില്ല തെയ്യക്കോലം അല്ലെ? ഇല്ല, അപൂർവമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് അതാ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്, എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. വിജേഷ്, എന്തൊക്കെ തെയ്യാണ് കെട്ടല്? നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് കൂടുതലായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് പറഞ്ഞാല് കുട്ടിശാസ്ത്രപ്പൻ, പിന്നെ ഭൈരവൻ, ഗുളികൻ, അങ്ങനെയുള്ള ദേവരൂപങ്ങളാണ് കെട്ടിയാണ്. കരുവാൾ, ഭഗവതി. അത് വിജേഷിന് ആ വേഷം കിട്ടുമോ? പേഴ്സണലി എനിക്ക് എന്റെ കഴിവുകളിൽ അറിയാം. ഒരുപാട് കഴിവുണ്ട്. പാട്ട് പാടും, മിമിക്രി ചെയ്യും, തെയ്യം കെട്ടും, ചെണ്ട മുട്ടൂല്ലേ, ചെണ്ട, പിന്നെ കവിത, നാടൻ പാട്ട്, സ്വന്തമായി പാട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം. നമുക്ക് ആദ്യമായിട്ട് അല്ലിമുളം ആ ഒരു പാട്ട് കേട്ടാലോ? അല്ലിമുളം പൂവോ, അല്ലിമുളം പൂവോ, അല്ലിളം പൂവോ, ഇല്ലിമുളം തേനോ, തെങ്ങില നീരോ, തെൻകനിയോ, മണ്ണിൽ വിരിഞ്ഞിലാവോ, അല്ലിളം പൂവോ, ഇല്ലിമുളം തേനോ, തെങ്ങില നീരോ, തെൻകനിയോ, മണ്ണിൽ വിരിഞ്ഞിലാവോ, കല്ലലും മോളും കാറ്റേ, പുല്ലാങ്ങിക്കാട്ടിലെ കാറ്റേ, കല്ലലും മോളും കാറ്റേ, പുല്ലാങ്ങിക്കാട്ടിലെ കാറ്റേ, കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ, കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ, ഈ താലിപ്പൂലി പൂങ്കാട്ടിനുള്ളിൽ, ഈ താലിപ്പൂലി കാട്ടിനുള്ളിൽ കൂടും കൂടിത്തേയോ, അല്ലീളം പൂവോ, ഇല്ലിമുളം തേനോ, തെങ്ങില നീരോ, തേൻകനിയോ, മഞ്ഞിൽ വിരിഞ്ഞിലാവോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മളീ പാട്ട്, ഈ കാറ്റിന്റെ പാട്ടിനെ ആകുമ്പോ നല്ല കാറ്റും വന്നപ്പോഴേക്കല്ലേ? എന്തായാലും അടിപൊളി. വിജേഷ്, നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ചു കാലം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ആരുടെ കീഴിലായിരുന്നു? എടിയാറ് ശങ്കര നമ്പൂതിരി എന്ന് പറഞ്ഞൊരു. ഇവിടെ തന്നെ അത് മട്ടന്നൂര് നാദബ്രഹ്മം കലാക്ഷേത്രം. അതല്ലേ? കുറെ കാലം പോയിട്ടുണ്ടോ? കൂടുതലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. ആഴ്ചക്ക് ഒരു ദിവസമായിരിക്കും അല്ലെ? അത്രയേ ഉള്ളൂ ക്ലാസ്.
അപ്പൊ അങ്ങനെ ഒരു 3-4 വർഷത്തിലുള്ള ഇത് പോയിട്ടുണ്ടല്ലേ. ആ പിന്നെ ഇപ്പം സ്റ്റേജുകളിലെല്ലാം പാടുന്നുണ്ടല്ലോ, എങ്ങനെയാണ്? ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അങ്ങനെ ചെയ്തു തരുന്നുണ്ട്. കുറച്ച് ഓടക്കുഴലും പിന്നെ കരോക്കെ ഗാനങ്ങളും. ഓടക്കുഴൽ പഠിച്ചിട്ടുണ്ടോ? ഓടക്കുഴൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മിമിക്രി കൂടി ചെയ്യുന്നറിയാം എനിക്ക്. അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല, എങ്കിലും പിന്നെ അത്യാവശ്യം വേദികളിൽ ചെയ്യുന്ന ഒരൈറ്റം ഞാൻ കാണിച്ചു. ഒരൈറ്റ് ചെയ്യൂ? അല്ല, ഒരു 3-4 ഐറ്റം ഉണ്ട്, കുറച്ചുണ്ട്, എങ്കിലും ഒന്ന് ഒരെണ്ണം ചെയ്യാം. തീർച്ചയായിട്ടും. നമ്മുടെ നാടകാചാര്യനായിട്ടുള്ള എന്നുള്ള സാറിന്റെ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എങ്ങുമായി 3 മക്കളേ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ഇങ്ങോട്ട് വെട്ടി കുഴിച്ചോളും. നീ പറയുന്നത് സത്യമാണെങ്കിൽ അവന് പകരം വെട്ടി കുഴിച്ചു പോകുന്നത് നീയായിരിക്കും. അടിപൊളി. എടുക്കുക. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ സാറിന്റെ ശബ്ദം അനുകരിക്കാറുണ്ട്. എല്ലാവർക്കും എനിക്ക് നമസ്കാരം. കേരളം ഇനി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യസനപൂർണമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ്. നമ്മുടെ വയനാടിന്റെ പരിസ്ഥിതി നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്കിലും ഓണമൊക്കെ നമ്മൾ അത്യാവശ്യം ആഘോഷിച്ചു പോകണം. വർഷത്തിൽ ഒരു തവണയുള്ള ആഘോഷമാണല്ലോ. പിന്നെ വേറെ ആരുടെ ചെയ്യാം? നമ്മുടെ പഴയകാല സൂപ്പർ സ്റ്റാർ മോദി സാർ ഒന്ന് നോക്കാൻ നോക്കും. ആളുകളെ സഹായിക്കുന്നതൊക്കെ നല്ലത്, പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കൂ. അല്ലെങ്കിൽ സഹായമാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്നതൊക്കെ വലിയ ഉപദ്രവമായിട്ട് മനുഷ്യന്. ആളുകളെ സഹായിക്കുന്നത് നല്ല കാര്യം എന്നല്ലേ പറഞ്ഞത്? അതെ. അത് ശരിയാണ്, സൂക്ഷിച്ച് സഹായിക്കുക. പാട്ട് പാടുന്നുണ്ട്, പാട്ട് പഠിച്ചു, കുറച്ചു നാൾ മാത്രം പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും പാട്ടുകാരൻ, ഗായകരെ ഇഷ്ടമുണ്ടോ? ഉണ്ട്. ഏതാ? യേശുദാസിനെ ഇഷ്ടപ്പെടാത്ത ആളില്ല, അല്ലാതെ വേറെ ആരും ഇല്ല. പിന്നെ നമ്മുടെ സുമേഷ് അയ്യരൂർ എന്ന് പറഞ്ഞ ഒരു ഗായകൻ. ഇതൊക്കെ ഞങ്ങള് അത്യാവശ്യം ടൗണിൽ പട്ടണങ്ങളൊക്കെ വെച്ച് കാണാറുണ്ട്. അതെ, നിങ്ങള് ഫ്രണ്ട്സ് ആണല്ലേ? അപ്പോ ഇഷ്ടം വേറെ തന്നെയാണ്, ഭയങ്കര ഇഷ്ടമായിരിക്കും. സ്വന്തം ആൾക്കാർ എന്ന് പറയുമ്പോ അല്ലേ? പിന്നെ അതുപോലെ ഇപ്പൊ ഈ ഓടക്കുഴൽ എവിടെ നിന്ന് പഠിച്ചതാണ്? ഓടക്കുഴല് കുറച്ച് മുന്നേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നാള്? അതും ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക. ഒരു 4 വർഷത്തിന്റെ അടുത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ? ഗ്യാപ്പ് വരുന്നത് മറ്റൊന്നല്ലാന്ന് എനിക്ക് അറിയാം, കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ അതൊക്കെ എനിക്കും ഉണ്ട്, ഭയങ്കര പ്രോബ്ലം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഓടക്കുഴൽ വായിക്കുന്ന കേട്ടാലോ? ഏത് പാട്ടായിരിക്കും വായിക്കുക? ആശാന്റെ പേര് പഠിപ്പിച്ച ഒരു ഗുരുക്കളുണ്ടല്ലോ, അപ്പൊ അവരെ പേര് എന്തായാലും പറയണം. എന്തായിരുന്നു പേര്? സജീവ് എന്നായിരുന്നു. എവിടെയുള്ള? അദ്ദേഹത്തിന്റെ വീട് ഇരിക്കൂർ. അഞ്ചരക്കണ്ടിയിലെ ഒരു ജ്യോതിഷാലയം നടത്തുന്നത് അദ്ദേഹമാണ് ഗുരു. അപ്പൊ നമുക്ക് ഓടക്കുഴലിന് പറ്റിയ സ്ഥലം ആലിന്റെ കീഴാണ് അല്ലേ? ഏതാ വായിക്കുന്നേ? ക്ലാസിക്കൽ ഇനത്തിൽപ്പെട്ട ഒരു സ്വരജ്യോതിയാണ്, അഭൂവിരാഗത്തിലുള്ള. ഓക്കെ, നന്നായിട്ട് വായിച്ചോളൂ. ധാര വീണു.
കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ. ഈ പാട്ട് നീ സ്കൂളിൽ ഗസ്റ്റായിട്ട് പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്കൂളിലെ കുട്ടികളെ നടുക്ക് നിന്നിട്ട് ഈ ഇത് വായിക്കുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്. അതെവിടെയായിരുന്നു? ഇവിടെ കല്ലായി LP സ്കൂളിൽ വെച്ചിട്ട്, എയർപോർട്ടിന്റെ തൊട്ടടുത്ത് അല്ലേ? ഇവിടെ അടുത്ത് തന്നെ നമ്മളെ അമ്പലത്തിന്റെ പരിസരം. കല്ലായി, സോറി. ഞാൻ കാര്യം ഉദ്ദേശിച്ചത്. അപ്പൊ അതൊന്ന് നമുക്ക് കേട്ടാലോ? നമുക്ക് എന്നാല് ഒന്ന് ട്രൈ ചെയ്യാം. അടിപൊളി, നല്ല സുഖമുണ്ട് കേൾക്കാൻ. കലാകാരന്മാർക്ക് സപ്പോർട്ട് വളരെ കുറവായിരിക്കും. വിജേഷിന് എങ്ങനെയാ? അത് എനിക്ക് നേരെ തിരിച്ചിട്ടാണ്, ഓപ്പോസിറ്റാണ്. കാരണം വെച്ചാൽ എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ വളർന്നത്. അതെ. അപ്പോ ചെറുപ്പം മുതൽക്കേ എന്റെ നാട്ടില് വായനശാലയിലും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കലാപ്രവർത്തനങ്ങളൊക്കെ എന്നെ നാട്ടിൽ നിന്നവര് നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇതിലേക്കുള്ള ഒരു വൈത്തിരിയിലേക്ക് ചെറുങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കാരണം മിക്ക ആൾക്കാർക്കും നാട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടാറില്ല. അന്ന് എനിക്ക് വിജേഷിന്റെ കാര്യത്തിൽ നേരെ മറിച്ചായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അഭിനയ രംഗത്ത് ഷോർട്ട് ഫിലിം, സിനിമ അങ്ങനെ എന്തെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിമില് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെളി എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഥ എഴുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അഞ്ചരക്കണ്ടിയിൽ ഒരു ഫിലിം ടീമുണ്ട്, സ്ക്രീൻ ഷോട്ട് മീഡിയ എന്നുള്ള. അതില് ഡയറക്ടർ ഫാസിൽ കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു സുഹൃത്താണ്. മൂപ്പര് ക്യാമറയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോ ഞങ്ങളൊരു 5-10 പേരുണ്ട് അതിൽ അഭിനയിക്കുന്നത്. റീൽസ് ആണോ? റീൽസ് ഇപ്പൊ അടുത്തായിട്ട് റീൽസിലേക്ക് വന്നിട്ടുണ്ട്. തട്ടാരീസ്. അപ്പൊ ഞങ്ങള് സുഹൃത്തുക്കള് കൂടിയിട്ടുള്ള ഒരു ടീമാണ് അഞ്ചരക്കണ്ടി ഫിലിം കൂട്ടായ്മ. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലേ? സിനിമയില് ഒരു വേഷം അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു കോമഡി ക്യാരക്ടർ ആയിട്ടുള്ളത്. ആ സിനിമ ഇറങ്ങിയിട്ടില്ല. ഒരു തിരുത്ത് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. എവിടെയായിരുന്നു ലൊക്കേഷൻ? അത് മലപ്പുറം അങ്ങോട്ടായിരുന്നു ലൊക്കേഷൻ. പിന്നെ സലോഷ് സർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ആയിരുന്നു. അതിൽ ആർക്കാണ് പിന്നെ നന്ദി പറയേണ്ടത്? ആര് ആണ് വിജേഷിനെ കൊണ്ടുവന്ന? അതിലേക്ക് എന്റെ സുഹൃത്തായിട്ടുള്ള ബ്ലസൻ എന്ന് പേരുള്ള ഒരു തിരക്കഥാകൃത്താണ് എനിക്ക് അതിലേക്ക് ഒരു എൻട്രി. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അല്ലേ? അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതെ, നമ്മളെ ആരാ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തണം. പിന്നെ എന്റെ നാട്ടിലുള്ള എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുണ്ട് എല്ലാ തരത്തിലും. സജോഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണത് ക്യാമറയും അദ്ദേഹത്തെ കാണിക്കാം. തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്യാമറയും സജോഷാണ് ചെയ്യുന്നത്. എന്റെ കൂടെ ഒരു നിഴൽ പോലെ തന്നെ അത് മൂപ്പരെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിഴലാണ് അല്ലേ? അതും വലിയൊരു കാര്യമാണ് കേട്ടോ. കൂട്ടുകാർ എന്ന് പറയുമ്പോൾ നല്ല സപ്പോർട്ടിനുള്ള കൂട്ടുകാർ, അത് വലിയൊരു കാര്യമാണ്. പിന്നെ വീട്ടിലും അതേപോലെ തന്നെയാണ് ഭാര്യയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഭാര്യ, അമ്മയും, ചേട്ടനും. നിന്റെ വീട്ടിലാരൊക്കെയാണ് പാടുന്നതും ഇങ്ങനെ കലാപരമായിട്ട്? വീട്ടിലെ അച്ഛൻ തെയ്യങ്കലായിരുന്നു. പിന്നെ അമ്മ. അച്ഛന്റെ പേരെന്ന് പറയാം എല്ലാവർക്കും? അച്ഛന്റെ പേര് ചാത്തുക്കുട്ടി എന്നാണ്. ചാത്തുക്കുട്ടി. തെയ്യം വേഷം ചെയ്യുന്ന ആള്? തെയ്യങ്കലായിരുന്നാണ്. അദ്ദേഹം ഇപ്പോഴില്ല, മരണപ്പെട്ടു. ഓക്കെ. പിന്നെ അമ്മ അത്യാവശ്യം പാടാറുണ്ട്. അതെ. എന്നാ നമുക്ക് വീട്ടിൽ നിന്ന്. പിന്നെ ഏട്ടനുണ്ട്. ഏട്ടൻ തെയ്യങ്കലായിരുന്നാണ്. അവരെല്ലാം പാടുന്ന ആൾക്കാർ തെയ്യം മേഖലയിലുള്ള കാര്യങ്ങൾ, തെയ്യത്തിന്റെ തോറ്റം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? അതുപോലെ വൈഫ് ഭാര്യ അത്യാവശ്യം പാടാറുണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ട്. എന്താ വീട്ടിൽ പോയിട്ട് നേരെ എടുത്താൽ മതിയായിരുന്നു അല്ലേ? അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി ഒരു ദിവസം എന്ന് പറഞ്ഞാല് അമ്മേനെ കൊണ്ടും ഭാര്യനെ കൊണ്ടും നിങ്ങൾ എല്ലാരെ കൊണ്ടും ഒന്ന് പാടിക്കാം അല്ലെ? ആയിക്കോട്ടെ. ഇതാണ് എന്റെ കൂട്ടുകാരൻ. പിന്നെ എല്ലാ തൊഴിൽ മേഖലയിലായാലും ഞങ്ങളെ ഒരുമിച്ചുള്ള കലാപ്രവർത്തനങ്ങളിലൊക്കെ എന്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആളാണ്. പേര് സജോഷ് എന്നാണ്. ഇതിപ്പോ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഇവർക്കൊരു
ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ കഴിയില്ല, ഒരു സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു CV രാമന്റെ വേഷം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പം സംസാരിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പൊ അതിന്റെ ഡയലോഗ്സ് എല്ലാം വരിക ഇംഗ്ലീഷിലായിരിക്കും. ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പോ അത് വലിയ രീതിയിൽ അത് യൂട്യൂബിലും അതുപോലുള്ള മാധ്യമങ്ങളിൽ അത് പ്രദർശിപ്പിക്കൂല. കാരണം അത് സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം പോലെയുള്ള CV രാമന്റെ ഒരു ആത്മകഥ അതുപോലുള്ള ഒരു സംഭവമാണ്. പഠനത്തിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് മറ്റു ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അതിന് CV രാമന്റെ ആ ഫേസ് ലുക്ക് ഒരുപാട് ആൾക്കാരെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തതിൽ ഇവരാണ്, വിജീഷാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. നമ്മളിവിടുന്ന് കുറെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ ഷോർട്ട് സൈസിലും പിന്നെ മീശയുള്ളതും മീശയില്ലാത്തതെല്ലാം ആയിട്ട് കുറെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇവരാണ് അതിൻ്റെ അകത്ത് സെലക്ട് ആയത്. അപ്പൊ അത് പുറത്തധികം ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അപൂർവ ആൾക്കാർക്കേ അറിയൂ. എന്നെ പോലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയൂ. അത് അപൂർവ ലക്ഷത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. CV രാമന്റെ ലുക്കും ഇതെല്ലാം ആയിട്ടുള്ള ഫോട്ടോസ് നമ്മളെ എടുത്ത കയ്യിലുണ്ട്. അതിന്റെ വിഷ്വൽസ് അവർ പുറത്തു വിടുന്നില്ല. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് എന്റെ കയ്യിലുണ്ട്. നമ്മൾ അതിന് വേറെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോസും ഫയലും ഫോട്ടോസും എല്ലാം ആയിട്ട് നമ്മൾ വേറെ തന്നെ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് തരാം. അതിന്റെ മേക്കപ്പ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട്. ഫുൾ CV രാമന്റെ ഫുൾ ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസും ഉണ്ട്. എഴുതാറുണ്ടല്ലേ? എഴുതാറുണ്ട്. അത്യാവശ്യം ചെറിയ കഥകളും കവിതകളെല്ലാം അങ്ങനെ എഴുതണം. ഇവരുടെ ഒരു കാശ്മീരിയൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥ സമാഹാരം ഇറക്കിയിട്ടുണ്ടായിരുന്നു. CV ബാലകൃഷ്ണൻ സാറായിരുന്നു അത് പ്രകാശനം ചെയ്തത്. കാഞ്ചീരവം എന്ന റേഡിയോ പ്ലാറ്റ്ഫോമിൽ വെച്ചായിരുന്നു. ഒരു റേഡിയോ സംഘടന ഉണ്ടായിരുന്നു കണ്ണൂരിലെ. ഇത് എവിടെയാ കിട്ടുന്നേ? ഇത് ബുക്ക് സ്റ്റാളുകളിൽ അല്ലേ? കണ്ണൂരാണോ? അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ വലിയ മനുഷ്യന്റെ അതേ രൂപം വിജേഷിന് കിട്ടി. അതായത് CV രാമൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യന്റെ രൂപം കിട്ടി. അതിൽ അഭിനയിക്കാൻ പറ്റി അല്ലേ? ഷൂട്ടെല്ലാം കഴിഞ്ഞില്ലേ? എവിടെയായിരുന്നു ലൊക്കേഷൻ? ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ. 1 വർഷം കഴിഞ്ഞു. ആരാണ് ഡയറക്ടർ? നല്ലൊരു പാക്കപ്പ് ആയിരുന്നു. കണ്ണൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസമൊക്കെ. പക്ഷെ ബാംഗ്ലൂരിലാണ് സെറ്റിങ്. ഡയറക്ടർ ക്യാമറ ചെയ്ത് ക്യാമറ ഡയറക്ടർ തന്നെയായിരുന്നു ചെയ്തത്. ജലീൽ ബാദുഷ അല്ല, ജലീൽക്കായിരുന്നില്ല. ജലീൽഖാന്റെ കെയർ ത്രൂ ആയിരുന്നു ഒരു അവസരം കിട്ടിയത്. അപ്പൊ ബാംഗ്ലൂരിലെ ടീമായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു അവിടെ നല്ലൊരു സ്റ്റാർ ഹോട്ടലായിരുന്നു എനിക്കുള്ള സെറ്റപ്പ് ഒക്കെ. അങ്ങനെയാണല്ലോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നല്ലൊരു ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാല് അഭിനയിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹോട്ടൽ ജീവിതത്തിലെ വേറിട്ടൊരു അനുഭവമായിരുന്നു. ഉറപ്പല്ലേ? അപ്പൊ അതുപോലത്തെ ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ. പിന്നെ എന്റെ ഒരു ഡയറക്ടർ ഉണ്ട്, ഞാൻ എന്നെയൊക്കെ വെച്ചിട്ട് അഭിനയിപ്പിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹത്തിന് വിജീഷിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എപ്പം നടക്കുന്നുള്ള ഉറപ്പില്ല. കാരണം പ്രൊഡ്യൂസർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നടക്കുന്ന സമയത്ത് എന്തായാലും അതെ അതെ. കഥ പബ്ലിഷ് ആയിട്ടുണ്ട്, കവിത എഴുതാറുണ്ട്. കവിത കുറച്ച് കവിത ഉണ്ട് പബ്ലിഷ് ചെയ്യാൻ. പക്ഷെ പെട്ടെന്ന് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്പോൺസർ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പൊ 4 വരി കവിത ഒന്ന് ചൊല്ലിയാലോ? ആയിക്കോട്ടെ, 4 വരി ചൊല്ലാൻ. ഒരു മഞ്ഞു തുള്ളിയായി നീ എന്നിഴകള് കുളിരായി പൊതിഞ്ഞു നനച്ച നേരം, ഒരു മഞ്ഞു തുള്ളിയായി നീ എന്നിഴകള് കുളിരായി പൊതിഞ്ഞു നനച്ച നേരം, ഇരുളാർന്ന നൊമ്പരം എങ്ങോ അകന്നുപോയി ചിറകറ്റ സ്വപ്നങ്ങൾ പൂത്തു, ഇരുളാർന്ന നൊമ്പരം എങ്ങോ അകന്നുപോയി ചിറകറ്റ സ്വപ്നങ്ങൾ പൂത്തു. തുഷാരം എന്ന കവിതയാണ്. ഇത് നീ തന്നെ എഴുതിയാണ്? ഞാൻ എഴുതിയ ഒരു കവിതയായിരുന്നു. അടിപൊളി. എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തതാ.
നന്നായിട്ടുണ്ട്. എന്തായാലും ഇതേപോലെ ഒരുപാട് കവിതയും കഥകളിലും എഴുതിക്കൊണ്ടേ ഇരിക്കണം. കഥ എഴുത്ത്, കവിത എഴുത്ത്, പാട്ട് എഴുത്ത്, നാടൻ പാട്ടും എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? നാടൻ പാട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടായിരുന്നു. കർഷകനാണോ? അതെ അതെ, കർഷക ട്രാക്ടർ ഡ്രൈവറാണ്. ട്രാക്ടറിൽ ഓട്ടും അല്ലെ? വർക്കിന്റെ സമയത്ത് നമ്മളെ ആ ഒരു ടൈമിൽ വർക്കൊക്കെ ഉണ്ടാവും. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്? അത്യാവശ്യം വീട്ടില് ഉണ്ടാക്കും അല്ലെ? എന്നാ പിന്നെ വിജേഷന്റെ എഴുതിയൊരു നാടൻ പാട്ടൊന്ന് കേട്ടാലോ? ആയിക്കോട്ടെ. ഞാറൂ പറിക്കുന്ന പെണ്ണെ, പാടത്തെ പെണ്ണേ നീയ, ഞാറ്റൂവേല പാട്ടൊന്ന് പാടിയിടാമു പെണ്ണേ. ഞാറൂ പറിക്കുന്ന പെണ്ണെ, പാടത്തെ പെണ്ണേ നീയ, ഞാറ്റൂവേല പാട്ടൊന്ന് പാടിയിടാമു പെണ്ണേ. തിന്തിന്നോം പെയ്തകം താരോ തെയ്യാതിനെന്തോ, തിന്തിന്നോം പെയ്തകം താരോ തെയ്യാതിനെന്താരോ, തിന്തിന്നോം പെയ്തകം താരോ തെയ്യാതിനെന്തോ, തിന്തിന്നോം പെയ്തകം താരോ തെയ്യാതിനെന്താരോ. ആയോരു പാട്ട് കാതിൽ കേട്ടിടുമ്പോ, നാലു ഞാറ് വരി വരിയെ നിരനിരക്കുമല്ലോ. ആയോരു പാട്ട് കാതിൽ കേട്ടിടുമ്പോ, നാലു ഞാറ് വരി വരിയെ നിരനിരക്കുമല്ലോ. തിന്തിന്നോം പെയ്തകം താരോ തെയ്യാതിനെന്തോ, തിന്തിന്നോം പെയ്യാതിനെന്തോ പെയ്യാതിരെന്താരോ. അടിപൊളി. ട്രാക്ടർ ഡ്രൈവർ എന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന അത് ഓട്ടാനുള്ള ലൈസൻസ്? അത് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ള കൂട്ടറാണ് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ആ ഒരു മേഖലയ്ക്ക് വരുന്ന കൂട്ടർ കുറച്ച് കുറവാണ്. അപ്പൊ അതിനുള്ള ഒരു താല്പര്യം കൊണ്ട് ആ ഒരു മേഖലയിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പൊ ഈ ഏരിയയില് ആർക്കും വേറെ ഞാൻ കൂടുതൽ ഈ ഏരിയയില് നമ്മളെ സുഹൃത്തുക്കളിലും അങ്ങനെ അറിയപ്പെടുന്ന ആർക്കും എന്റെ അറിവിലില്ല, ലൈസൻസ് ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ ഇപ്പൊ നിലവില് വിജേഷ് എന്താ ചെയ്യുന്നേ? ഞാൻ ഈ സീസൺ ആയിട്ടുള്ള വർക്കാണ്. എന്താ വെച്ചാല് ഈ മഴയുടെ സമയത്ത് ഒന്നാം വിളയും രണ്ടാം വിളയായിട്ടുള്ള ഒരു കാർഷിക വൃത്തി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തെയ്യം മേഖലയിലേക്കാണ് പോവുക. പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുവാന്ന് പറഞ്ഞാല് നമ്മളെ ഇലക്ട്രിക്കല്, എയർ കണ്ടീഷനിങ് ഈ ഒരു മേഖലയാണ്. എന്റെ നേരത്തെ പറഞ്ഞുള്ള സുഹൃത്ത്, ഞങ്ങള് ഒരുമിച്ച്, സുഹൃത്തിന്റെ പേര് സജോഷ് എന്നാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. മുന്നേ സെപ്പറേറ്റ് ആയിട്ടും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ട് ഒത്തുപോകുന്നു ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അപ്പം വീട്ടില് മക്കൾ എത്രയാ? മക്കള് 3 പേരുണ്ട്. 3 പേര്. മൂത്തത് മകളാണ്, അവള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെറിയൊരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് അവള്. പിന്നെ ഒരു മകൻ, ഒരു മകള്. പിന്നെ ചിത്രം വര എല്ലാ കളിയും ഏകദേശം ആയിട്ടുണ്ട്. ചിത്രം വര ഉണ്ടായിരുന്നു? ചിത്രകല നമുക്കിപ്പോ നമ്മുടെ മേഖലയില് ചിത്രം വര ആവശ്യമാണ്. നമ്മുടെ മേഖല എന്ന് പറയുമ്പോൾ തെയ്യം മേഖലയില് അത് പഠിക്കുന്ന അവസരത്തില് ഡ്രോയിങ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അന്നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ എയർ കണ്ടീഷനിലേക്ക് പോയത്. അപ്പൊ ആ ഒരു ഘട്ടത്തിലൊക്കെ ഡ്രോയിങ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അവസരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മുടെ മേഖലയിൽ മുതൽക്കൂട്ടായി വന്നിരുന്നു. തെയ്യം മേഖലയിൽ നമുക്ക് മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് ഭയങ്കര കാര്യല്ലേ? ഇപ്പൊ നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോ ഈ കുളത്തിൽ 2 ആമേനെയും കൊണ്ട്, ഒരച്ഛനും മകനാണെന്ന് അറിയില്ല, അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിജേഷ് നോക്കിയിട്ട് ബോണ്ടാന്ന് പറഞ്ഞു. ബോണ്ടാന്ന് പറയുമ്പോ നമ്മളെ തട്ടാരീസ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ റീൽ ചെയ്ത് അല്ലെ? അപ്പൊ അത് എനിക്ക് തോന്നുന്നു 2 മില്യൺ ആൾക്കാർ ഉണ്ട് അല്ലെ? അപ്പൊ അതിലൂടെ ആൾക്കാർ ഇപ്പം തിരിച്ചറിയുന്നുണ്ടോ? ഉണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം എവിടെ പോയി കഴിഞ്ഞാൽ ആളൊരു കമന്റ് അടിക്കലുണ്ട് ബോണ്ടാന്ന് പറയുമ്പോ അല്ലെ? അത് കേൾക്കുമ്പോ നല്ല സുഖാണല്ല, കേൾക്കുമ്പോ സുഖാണ്, ഒരു അംഗീകാരല്ലേ കലാകാരൻ. പിന്നെ അപ്പോ 2 മില്യൺ അടിച്ച ആ ബോണ്ട അല്ലെ? പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് അംഗീകാരം അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട്, ഈ സ്കൂളിലല്ലാതെ വേറെ ഗസ്റ്റ് ആയിട്ടെല്ലാം വിളിക്കാറുണ്ട്? അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ കണ്ണൂരൊക്കെ അത്യാവശ്യം സാംസ്കാരിക സദസ്സുകളിലൊക്കെ ബന്ധപ്പെടാറുണ്ട്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളെ ട്രൂപ്പാണ് ഈ കല്യാണങ്ങളിലെല്ലാം പാടുന്നത്? ഞങ്ങളെ
പേര് ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ട്. ആ ട്രൂപ്പിന്റെ പേര് മെയ്ഫ്ലവർ അഞ്ചരക്കണ്ടി എന്നുള്ളൊരു ട്രൂപ്പാണ്. അഞ്ചരക്കണ്ടി തന്നെ അത് അഞ്ചരക്കണ്ടി തന്നെ. അപ്പൊ അതില് ഞങ്ങളിപ്പോ ചെയ്തു വരുന്നത് കരോക്കെ ഗാനങ്ങളും പിന്നെ ഫ്ലൂട്ടിന്റെ കുറച്ച് കാര്യങ്ങളും മിമിക്രി ഇതൊക്കെ ആയിട്ടുള്ള ഒരു നാടൻ പാട്ട് ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പൊ വളർന്നു വരുന്ന ഒരു ട്രൂപ്പാണ് ഇവരത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവരെ ആ പ്രോഗ്രാമിന് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ, വിജീഷിന്റെ നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും വിളിച്ച് ഇതേപോലത്തെ അറിയപ്പെടാതെ പോകുന്ന കലാകാരന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും അല്ലെ. പുറത്തുനിന്നുള്ളവരുടെ സപ്പോർട്ടാണല്ലോ നമ്മളെ കലാകാരന്മാരുടെ വിജയം. അതെ അതെ. എന്തായാലും വിജേഷേ, ഒരുപാട് അവസരം, അഭിനയിക്കാനുള്ള അവസരവും അതുപോലെ ഇതേമാതിരി പാടാനുള്ള അവസരവും പിന്നെ നമ്മുടെ സ്വന്തമായ കവിത, കഥ ഇതെല്ലാം ഒരുപാട് എഴുതുക, അതുപോലെ പബ്ലിഷ് ചെയ്യാനുള്ള സ്പോൺസർ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ എന്താണ് ഇത് കാണുന്നവരോട് പറയാം? ഇത് എന്റെ സ്വന്തം ഗോപാൽജിയാണ്. ഇദ്ദേഹവും ഞാനും തമ്മിലുള്ള പരിചയം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സിനിമയിലൂടെയാണ് പരിചയപ്പെട്ടത്. ഞങ്ങളെ എന്തൊരു ഭാഗ്യദോഷം കൊണ്ട് ആ സിനിമ ഇറങ്ങിയില്ല, കൊറോണയുടെ ടൈം ആയിരുന്നു. ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്നു എന്നറിയുന്നത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലെ അറിയപ്പെടാത്ത കലാകാരന്മാരെ മീഡിയാസിന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നല്ലൊരു ദൗത്യമാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളും സഹായങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു യൂട്യൂബറാണ് ഗോപാൽജി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മാമ്പൂ മീഡിയ എന്ന ചാനലിന് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പൊ എന്നാല് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഗോപാൽജി. അല്ലേ? താങ്ക് യു.